പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ ഏകാന്തതയ്ക്കകത്ത് തള്ളിവിടാതെ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരുവാനിടയായി തീരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. യേശു കർത്താവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷ പൂർത്തീകരിച്ച് സ്വർഗാരോഹണം ചെയ്യുന്നതിനൊക്കെ മുൻപായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അനുഗ്രഹീതമായ ഒരു വാക്യഭാഗമാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനാഥത്വം എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. ഒറ്റപ്പെടുക, ഏകാന്തത അനുഭവിക്കുക, ആരോടും സംസാരിക്കാനില്ലാതെ, ആരോടും മിങ്കിൾ ചെയ്യാനില്ലാതെ ഒറ്റയായി പോകുക എന്ന് പറയുന്നത് ഏതു മനുഷ്യന്റെ ജീവിതത്തിലും വളരെ അധികം വേദനാജനകമായ ഒരു വിഷയം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ സന്ദേശവും ഈ വാക്യവും കേൾക്കുമ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്ന ഒരു ഏകാന്തതയുടെ അവസ്ഥയിലാണോ, നാം ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലാണോ ഈ സന്ദേശം കേട്ടുകൊണ്ടായിരിക്കുമ്പോൾ ആയിരിക്കുന്നത്? ദൈവത്തിന് ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. മനുഷ്യരൊക്കെ മാറിക്കളഞ്ഞാലും, മനുഷ്യരൊക്കെ മാറി നിന്ന് കുറ്റപ്പെടുത്തിയാലും അനാഥരായി വിടാത്ത ഒരു ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരവും നിങ്ങളുടെ കൂടെ, എൻ്റെ കൂടെയുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എപ്പോഴാണോ നമ്മൾ അനാഥത്വം അനുഭവിക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണോ ഏകനായി പോയി, ഏകാന്തതയാണ് ജീവിതത്തിൽ വളരെയേറെ വേദനാജനകം, ഏകനായി പോയെന്ന് തോന്നുന്നത്, ആ സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. അതെന്താണ് അതിനുള്ള തെളിവ്? ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വേദഭാഗത്തിൽ തന്നെ ഇങ്ങനെ അവരോട് പറയുന്നത്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്ത പദം പറയും: ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശു കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരോട് പറയാ: നാളെയുടെ നീളകളിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കലങ്ങുവാൻ, കലക്കി കളയുവാൻ പലതും ഒരുങ്ങി വന്നേക്കാം. പ്രതിസന്ധികൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം. ആമേൻ. നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയാത്ത പ്രതികൂലങ്ങളും ഏകാന്തതകളും അനുഭവിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഹൃദയത്തിനകത്ത് ഒരു കലക്കമുണ്ടായേക്കാം, കലങ്ങിപ്പോയേക്കാം. എന്തിനീ നാമം, എന്തിന് പ്രാർത്ഥിക്കുന്നു, എന്തിന് ഈ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ ചില കലക്കങ്ങൾ, ചില ചിന്തകൾ ഒരു പക്ഷെങ്കിൽ ഹൃദയത്തിനകത്ത് ഉണ്ടാക്കിയേക്കാം. അതിനർത്ഥം ആമേൻ, നിങ്ങളെ ഏകനായി വിടാത്ത, അനാഥനായി വിടാത്ത ഒരു നല്ല കർത്താവുണ്ടെന്ന് അടുത്ത വേദഭാഗങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവര്, ഏകാന്തത എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കുകൊണ്ടോ ആ മിഷ്ടത്തെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നതോ, ആ മിഷ്ടത്തിന് വേദന മാറ്റാൻ കഴിയുന്നതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ്, കർത്താവ് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു: മനുഷ്യർ മാറിയേക്കാം, അപ്പൻ മാറിയേക്കാം, അമ്മ മാറിയേക്കാം, സഹോദരങ്ങൾ മാറിയേക്കാം, ആ മിഷ്ടത്തിന് കൂട്ടുകാർ മാറിയേക്കാം, ചാർച്ചക്കാർ മാറിയേക്കാം, ഇന്നലെ വരെ സ്നേഹിതരെന്ന് പറഞ്ഞു വന്നവർ മാറി നിന്നേക്കാം. ആത്മീയസ്തോത്രം. പക്ഷെ മാറി നിൽക്കാത്ത ഒരേ ഒരു സാന്നിധ്യം, ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശുവിന്റെ നാമം മാത്രം, അത് പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. നമ്മെ വിട്ടുകളയാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഏത് പ്രശ്ന സങ്കീർണമായ വിഷയത്തിനകത്തും, ഏത് ആത്മീയസ്തോത്രം ആരും താങ്ങാനില്ലാത്തിടത്തും നമ്മെ വിട്ടുകളയാതെ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവ് അടുത്ത ഭാഗത്ത് പറയുന്നു: ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് പോയിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥരെ നിങ്ങൾക്ക് അയച്ചു തരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ കലങ്ങുവാനുള്ള ഒന്നാമത്തെ ചാൻസ് യേശു പറയുകയാണ്: നിങ്ങളുടെ ഹൃദയം നാളുകളിൽ കലങ്ങിപ്പോകരുത്. എന്താ കലങ്ങിപ്പോകരുതെന്ന് യേശു പറഞ്ഞതിന്റെ കാരണം, ഇപ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിൽ നടക്കുവാൻ, ജനത്തിന്റെ മുമ്പിൽ നടക്കുവാൻ യേശുവുണ്ട്. യേശു മുന്നിൽ നടന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു.
ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടലിന്റെ മീതെ നടന്നു വരുന്നു. കടലിന്റെ കോളിനെയും ഇളക്കത്തെയും യേശു കർത്താവ് ശാസിച്ചു മാറ്റുന്നു. അശുദ്ധാത്മാവുള്ളവർ വിടുതൽ കൊടുക്കുന്നു. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. പിറകിൽ നടന്ന് ഇതൊക്കെയും ശിഷ്യന്മാരും ബഹുജന സമുദ്രവും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളുകളിൽ യേശു മുന്നിൽ നടക്കാൻ, ഫിസിക്കൽ പ്രസൻസിൽ യേശു മുന്നിൽ ഇല്ലാതെ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു കലക്കം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വന്നേക്കാം. ഇന്നലകളിൽ യേശു ഉണ്ടായിരുന്നല്ലോ, ഇന്നലകളിൽ യേശു മുന്നിൽ നടന്നപ്പോൾ അത്ഭുതങ്ങളും ചലിച്ചിരുന്നല്ലോ, വലിയ ദൈവപ്രവർത്തികളും ചലിച്ചിരുന്നല്ലോ. ഇന്ന് യേശുവില്ല, വിടുതലുമില്ല എന്ന് ഒരു പക്ഷെങ്കിൽ ഒരു തോന്നൽ, ചിന്ത, ഒരു കലക്കം, ആ മിസ്റ്റർ കലങ്ങുന്ന ഒരു അവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് യേശു പറയുക, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടന്നു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ നിങ്ങളുടെ അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് നിർവഹിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും വലിയ ഒരു ഗ്യാരണ്ടി യേശു കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, അനാഥരായി വിട്ടയക്കത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പോകുന്നത് എന്നേക്കുമായി പോകുകയല്ല, മറിച്ച് ഞാൻ പോയിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. എനിക്കൊരു കാര്യനിർവഹണമുണ്ട്. എവിടെ? അവിടെ ഒരു കാര്യനിർവഹണം ഉള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. അതിന്റെ അർത്ഥം അവിടെ എനിക്കും നിങ്ങൾക്കുമായിട്ട് ആ മിസ്റ്റോത്ര ഭവനത്തെ ഒരുക്കുവാൻ പോകുന്നു. മടങ്ങി വന്ന് ആ ഭവനത്തിലേക്ക്, നിത്യമായ ഭവനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാനിടയായി തീരും. പക്ഷേ അത്രയും കാലം നിങ്ങൾ അനാഥരാണെന്നും കലങ്ങിപ്പോകുവാനും കലക്കിക്കളയുവാനും ആ മിസ്റ്റോത്രം ഇടയാകരുത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ അയക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനാഥരല്ല, നിങ്ങളെ വെറും കൈയോടെ വിട്ടയക്കത്തില്ല, നിങ്ങളെ മാറ്റി നിർത്തത്തില്ല, നിങ്ങളെ ചേർത്തു പിടിക്കുന്ന അരുമനാഥന്റെ, പ്രാണനാഥന്റെ സ്നേഹം എപ്പോഴും കൂടെ കാണുമെന്ന് യേശു ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ ആരുമില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ ഒരു നല്ല വാക്ക് പറയാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, എന്റെ കൂടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു കൈത്താങ്ങൽ തരാൻ ആരുമില്ലെന്നൊന്നും പലപ്പോഴും ചിന്തിച്ച പലരും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ആരുമില്ല, കുടുംബമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, കൂട്ടുകാരില്ല, സഹോദരങ്ങളില്ലെന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുന്ന ഒട്ടനവധി പേരുണ്ട്. നമ്മുടെ കഷ്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കാതെ തള്ളിക്കളയുന്ന പലരുമുണ്ട്. അങ്ങനെ കഷ്ടത അനുഭവിച്ച്, ഏകാന്തത അനുഭവിച്ച്, ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് ജീവിതത്തിന്റെ നാൾ വഴികളിൽ വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ യേശു പറഞ്ഞ ആപ്തവാക്യം ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. അനാഥരായി വിടാത്ത, കൈവിടാത്തൊരു സർവശക്തന്റെ കരം ഇന്നും ഈ മിനിറ്റുകളിലും ഈ മണിക്കൂറുകളിലും നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട്. നമ്മെ അനാഥരായി വിടാത്ത നമ്മുടെ കൂടെ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ എതിർത്തു നിന്നാലും നമ്മെ കൈവിടാത്ത നാഥന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.